പാർക്കും പുഷ്പമേളി ഏവർക്കും സ്നേഹസ്വാഗതം. ഹായ്, 91ാമത് ശിവഗിരി തീർത്ഥാടനാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡിസംബർ 31 ശിവഗിരി രാത്രി ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വർക്കല ശിവഗിരിയിലേക്കുള്ള മെയിൻ കവാടത്തിലെ ഈ വലിയ ആർച്ച് കടന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഗുരുദേവന്റെ സമാധി മന്ദിരത്തിന്റെയും നാരായണ ഗുരുസ്വാമിയുടെയും ഫ്ലെക്സ് പതിപ്പിച്ച ഈ ആർച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. ഇപ്പോൾ തന്നെ ഇവിടെ ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ശിവഗിരി എത്തുന്നതുവരെ റോഡിനിരു സൈഡുകളിലും കച്ചവടക്കാരുടെ ഓരോ വെറൈറ്റി ഐറ്റംസ് വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ചകൾ സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഇതാ പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ശ്രീകൃഷ്ണൻ്റെയും സരസ്വതി ദേവിയുടെയും ചെറുതും വലുതുമായ പ്രതിമകൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ നല്ല മെറ്റാലിക് ഷെയ്ഡിലുള്ള ഒരു കൂജയും പിന്നെ ഒരു ബുദ്ധൻ്റെ വിഗ്രഹമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ വിവിധ വലിപ്പത്തിലുള്ള ഡ്രംസുകൾ ഉണ്ടായിരുന്നു. നാസിക് ഡോളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉറപ്പായിട്ട് അത് വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നല്ല അടിപൊളി മുഖംമൂടി ഇട്ടുകൊണ്ട് കുലുക്കി സർബത്തുകാരൊക്കെ ഉണ്ടാവും, അടിപൊളിയായിട്ടത് ചെയ്യുന്നുണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ, അടിപൊളി ഹാങ്ങിങ് ആണ്. മുകളിൽ നല്ല ഗ്ലാസിൻ്റെ ഹാങ്ങിങ്ങും താഴെ നല്ല ബേർഡ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ്ങും ഒക്കെ ഉണ്ടായിരുന്നേ. അതും നല്ല വെറൈറ്റി ഐറ്റമായിരുന്നു. ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ ബബിൾസൊക്കെ ഇതുപോലെ പറത്തി വിടുന്ന ഒരു കണ്ടില്ലേ, അതൊക്കെ നമ്മുടെ മേത്ത് വന്ന് പതിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ കാഴ്ചകൾ. പിന്നെ സിന്ദൂരം പിന്നെ ലേഡീസിനെ ആകർഷിക്കാൻ പറ്റിയ ഐറ്റമാണല്ലോ, അപ്പോൾ അതും ധാരാളം ആൾക്കാർ ഇവിടെ നിന്നും വാങ്ങുന്നുണ്ട്. പല കളറിലുള്ള സിന്ദൂരങ്ങളും ഇവിടെ നിന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി ഇയറിങ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഇഷ്ടം പോലെ ഇയറിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഇതുപോലെ ആന്തൂര്യത്തിൻ്റെ ഈ ഫ്ലവറൊക്കെ കാണാൻ സൂപ്പറായിരുന്നു. കാണാൻ ഇത് ഒരെണ്ണം മതി നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാനായിട്ട്, ഷോ പീസായിട്ട് വെക്കാനായിട്ടും. തറയിൽ കിടന്നിറങ്ങുന്ന ലൈറ്റുള്ള ചക്രം നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല സ്പീഡിന് ഇത് കറങ്ങും. ഇത് രാത്രി വെക്കാനായിട്ടോ ഭംഗി, സൂപ്പറായിട്ട് രാത്രി ലൈറ്റൊക്കെ കിട്ടും. ഇത് കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മയാട്ടോ വന്നത്. ഈ സ്പീഡ് ബോട്ട് അടിപൊളിയാണ്. നമ്മുടെ പണ്ട് കുഞ്ഞു കുട്ടിക്കാലത്തെ ഇത് കാണുന്ന ഒരു ഐറ്റമാണ് ഈ ബോട്ട്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതൊരു വെറൈറ്റി ഐറ്റമായിരുന്നു കേട്ടോ. ഈ മണിബെല്ല് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് നമ്മുടെ റൂമൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിക്കാൻ സൂപ്പറായിരിക്കും. ഇപ്പോൾ തന്നെ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് കാണാൻ കാർഷിക വ്യവസായ പ്രദർശനവും അമ്യൂസ്മെന്റ് പാർക്കും ഷോപ്പിംഗ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നേ. അവിടേക്ക് പ്രവേശന ടിക്കറ്റും എടുത്തിട്ട് അകത്തോട്ട് കയറുമ്പോൾ KSEBയുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരുപാട് ശേഖരങ്ങൾ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെല്ലാം തന്നെ അതിൻ്റെ പേരുകളും എഴുതിയിട്ടുള്ളതുകൊണ്ട് എളുപ്പം നമുക്ക് ബൈഹാർട്ട് ചെയ്യാനും പറ്റും. പിന്നെ അടുത്തതായിട്ട് വൈദ്യുത കമ്പികളൊക്കെ പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ പൊതുജനങ്ങൾക്കുണ്ടാവേണ്ട അവബോധത്തെക്കുറിച്ചൊക്കെയുള്ള സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഡാമിൽ നിന്ന് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ യൂണിറ്റിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു. പിന്നെ വൈദ്യുതി വിതരണ യൂണിറ്റിൻ്റെ മിനിയേച്ചർ ക്രിയേഷൻ ഉണ്ടായിരുന്നു. സോളാർ എനർജി വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉപയോഗിക്കുന്നതിൻ്റെയും ക്രിയേഷൻ സെറ്റ് ചെയ്തിരുന്നു. സുരക്ഷാ അവബോധ ഫ്ലെക്സും അതിനോടനുബന്ധിച്ച ക്രിയേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്ലാസ്സൊക്കെ പറഞ്ഞു തരാൻ KSEBയുടെ മാർഗനിർദ്ദേശകരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കരകൗശല സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ചിരട്ട കൊണ്ടുള്ള ഐറ്റംസാണ്. ചിരട്ട കൊണ്ടുള്ള തവി, പോട്ടകൾ, പ്ലേറ്റുകൾ, മീൻ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത സെക്ഷനിൽ ക്യാൻഡീസിൻ്റെ ധാരാളം വെറൈറ്റി ഐറ്റംസ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. സൂപ്പറായിരുന്നു. പിന്നെ ഹൈബ്രിഡിൻ്റെയും നാടൻ്റെയും ധാരാളം പച്ചക്കറി വിത്തുകളും വാങ്ങാനുണ്ടായിരുന്നേ. ഇത് ഓരോ ജീവികളുടെയും ഭ്രൂണങ്ങൾ ബോട്ടിലാക്കി സൂക്ഷിച്ചിരുന്നതിൻ്റെ പ്രദർശനമായിരുന്നേ. ഇതുപോലെ ആനയുടെ പല്ല്, മുതലയുടെ മുട്ട, പിന്നെ ഓരോരോ ജീവികളുടെയും ഭ്രൂണങ്ങൾ ബോട്ടിലാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഒരു പഴയ കാല റൈഫിൾ ഉണ്ടല്ലോ, ആ റൈഫിളിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രദർശനത്തിനായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ജൈവ പച്ചക്കറികളാണ്. പിന്നെ ചെറുധാന്യങ്ങളുടെ ശേഖരണം ഉണ്ടായിരുന്നു. തിനാക്കുവരവ്, കുതിരവാലി, പനിവരക്, ചാമ, അങ്ങനെ കുറേ ചെറുധാന്യങ്ങളുണ്ടായിരുന്നേ. ഒരു ജൈവ കാർഷിക യൂണിറ്റിൻ്റെ വലിയ 2 മൂട് മരച്ചീനി പ്രദർശനത്തിനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ.
ഇതാ കൂടെ ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുവള്ളിക്കിഴങ്ങ്, നീലച്ചേമ്പ് തുടങ്ങിയവയും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ഇവിടെ നിന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കാണാൻ സൂപ്പറായിരുന്നു. കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. സൂപ്പറാണ്. ഇനി ഒരു 7-8 ദിവസം കൂടി ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുവേ. ഇത് വേറൊരു റൈഡാണ്. ഇതിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല കളർ ചെടികളും പൂച്ചെടികളും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ധാരാളം ജമന്തിയുടെയൊക്കെ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ ജമന്തിയുടെ വെറൈറ്റിയാണ്. ഇവിടെ നിന്ന് വീണ്ടും ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ശിവഗിരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. റോഡ് 2 സൈഡിലും നിറയെ വെറൈറ്റി സാധനങ്ങൾ വിൽക്കാനായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കല ശിവഗിരി ഇപ്പോൾ നല്ല കളർഫുള്ളായി മാറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കണ്ടത് നമ്മുടെ ശിവഗിരിയുടെ മെയിൻ സ്റ്റേജാണ്. അവിടെ ഉദ്ഘാടനവും സമ്മേളനങ്ങളും എല്ലാം അവിടെ വെച്ചാണ് നടക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കരുതിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ. അപ്പോൾ സ്റ്റേജിനടുത്തായിട്ട് ധാരാളം ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇവിടെ സിനിമാ താരം നവ്യ നായരുടെ നൃത്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് സ്റ്റേജിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റേജാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം കണ്ടായിരുന്നേ. പിന്നെ കഴിക്കാനാണെങ്കിലും ഇവിടെ ധാരാളം ഐറ്റംസ് റെഡിയാണ് കേട്ടോ. ചോളം, പിന്നെ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചത്, അങ്ങനെ ഒരുപാട് പിന്നെ ഇഷ്ടം പോലെ കോൺ ഐസ്ക്രീമും ഇതുപോലെ മസാല ചേർത്ത കടല അതെല്ലാം വാങ്ങാൻ കിട്ടുമായിരുന്നേ. ഇത് അടിപൊളി ലൈറ്റ് അല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, അടിപൊളി ചോക്കർ, സൂപ്പറാണ്. സാരിയുടെ കൂടെയൊക്കെ സെറ്റായിരിക്കുമല്ലേ കാണാൻ. ഇയറിങ്സിൻ്റെ കളക്ഷനും സൂപ്പറായിരുന്നു കാണാൻ. ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശിവഗിരി തൊട്ടടുത്തെത്തിക്കഴിഞ്ഞേട്ടോ. ശിവഗിരിയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന കടയാണ് കേട്ടോ, കടകളാണേ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും തിരികെ ഇറങ്ങുമ്പോൾ പൊരിയും കടലയും കപ്പലണ്ടിയും മിഠായിയും അലുവയും എല്ലാം വാങ്ങിയാണ് തിരിച്ചു പോവാറ്. അപ്പോൾ നമ്മുടെ ശിവഗിരിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശിവഗിരിയിലോട്ട് പർണശാലയാണ് കേട്ടോ ഇത് കാണുന്നത്. ഈ പർണശാല ശ്രീനാരായണ ഗുരു വിശ്രമിച്ചിരുന്ന സ്ഥലമാണ്. ഇത് തൊട്ട് താഴെയായിട്ടാണ് ശാരദാമഠം. ഈ ശാരദാമഠം ഗുരുദേവൻ തന്നെ സ്ഥാപിച്ച മന്ദിരമാണ് ശാരദാമഠം. ഇവിടെ ദിവസവും പൂജകളൊക്കെ നടത്തി വരുന്നുണ്ട്. പൂജകളും വഴിപാടുകളുമൊക്കെ നടത്തി വരുന്നുണ്ട്. പിന്നെ നേരെ തൊട്ട് മുകളിലായിട്ട് വൈദിക മഠമാണ്. ഗുരുദേവൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് വൈദിക മഠം. ദൈവദശക ശ്ലോകങ്ങളൊക്കെ എഴുതി ചെയ്യുന്നത് കണ്ടില്ലേ. ഇനി നമ്മൾ മുകളിലോട്ട് ഗുരുദേവ സമാധി മന്ദിരത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരം ഉണ്ടായിരുന്നു. അത് കണ്ടു. ഏറ്റവും ടോപ്പിൽ ഗുരുദേവ സമാധി മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ധാരാളം പദയാത്രികർ വന്നിട്ട് ശരണമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് മന്ദിരത്തിന് ചുറ്റിനും ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അകത്തോട്ട് നമുക്ക് കയറി ക്യാമറയൊന്നും ഇപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്തോട്ടൊന്നും ക്യാമറയെ കൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഞങ്ങൾ ഗുരുദേവനെയും കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ 2 സൈഡിലായിട്ട് ഇതുപോലെ ഗുരുവചനങ്ങളൊക്കെ എഴുതിയ ബോർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വായിച്ച് താഴോട്ട് ഇറങ്ങിപ്പോവാം. ഏറ്റവും താഴെ ചെല്ലുമ്പോഴത്തേക്കും കണ്ടത് ഒരു ഗുരുദേവൻ്റെ പ്രതിമയും വച്ചുകൊണ്ടുള്ള തേരും വഹിച്ചുകൊണ്ട് ധാരാളം പദയാത്രികർ വന്നെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. മഞ്ഞ വസ്ത്രം ധരിച്ച് മഞ്ഞക്കൊടിയും വെച്ച് ധാരാളം പദയാത്രികർ ശിവഗിരി കയറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ദിവസവും 29, 30, 31 തീയതികളിൽ ധാരാളം പദയാത്രികർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ടോയ്സിൻ്റെയും ഫാൻസി ഐറ്റംസിൻ്റെയൊക്കെ കളക്ഷനുകളും അവ വാങ്ങാനും ഇഷ്ടം പോലെ ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിംസ് കളിക്കാമെന്ന് കരുതി. അപ്പോൾ ഗെയിംസിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഇതൊരു റിങ് ഇടുന്ന ഒരു ഗെയിമാണ്. ഇതെന്താണോ നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് സ്വന്തം. പിന്നെ ഞങ്ങളിതാ ഈ ഒരു സെക്ഷനിലെ ഗെയിമാണ് കേട്ടോ കളിച്ചത്. ഇവിടെ പല നമ്പർ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും. അതിനകത്ത് 6 ബോൾ തരും. 6 ബോൾ നമ്മളിടുന്ന സെറ്റിലുള്ള പ്രൈസ് പുറകിലിരിക്കുന്ന കണ്ടോ അത് നമുക്ക് കിട്ടും. അപ്പോൾ 3 തവണ ഇടുമ്പോൾ ഇതുപോലെ ഉരുട്ടിടുമ്പോൾ 3 തവണ 6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 36 നമ്പർ വന്നാൽ TV ആണ് കേട്ടോ പ്രൈസ്. അപ്പോൾ ഞങ്ങൾ 2 തവണയും കളിച്ചു, ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ എനിക്ക് 21 നമ്പർ ടോട്ടൽ 21 നമ്പറാണ് കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡിന് 11 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയ പ്രൈസ് ഇപ്പോൾ ഇദ്ദേഹം എടുത്തിട്ടായിരുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയതാണ് പ്ലാസ്റ്റിക് മുറം, ചേട്ടനൊരു കുഞ്ഞ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ട്രേയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സ്റ്റേജിലായിട്ട് നവ്യ നായരുടെ നൃത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കാല് കുത്താൻ പോലും പറ്റത്തില്ല, അത്രയേറെ തിരക്കായിരുന്നു. ഇതാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹൽവ, ഇതുപോലത്തെ അടിപൊളി പേടകളൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നു. കരിമ്പിൻ ജ്യൂസ് അടിപൊളിയായിരുന്നു. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കരിമ്പിൻ ജ്യൂസും കുടിച്ചുകൊണ്ട് ഞങ്ങളത് മുന്നോട്ട് വീണ്ടും ഇറങ്ങി. കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി പ്ലാസ്റ്റിക്സിൻ്റെ വള ഉണ്ടായിരുന്നേ. അതെല്ലാം കൂടെ ഇങ്ങനെ ഒത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു കാണാൻ. പിന്നെ മൺഭരണികൾ സൂപ്പറായിരുന്നു. മൺഭരണികളും കപ്പുകളും അതെല്ലാം അടിപൊളി. ഇതൊരു വെറൈറ്റി ഐറ്റം ആയിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ആയിരുന്നേ. സൂപ്പറല്ലേ ഇത് കാണാനായിട്ട്? അടിപൊളി ചോക്കേഴ്സും നെക്ലസും ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. വെറൈറ്റി ആയിരുന്നു, നമ്മൾ കടയിലൊന്നും തപ്പിയാലും കിട്ടാത്ത. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു കാണാൻ. അപ്പോൾ ഡിസംബർ 31 രാത്രി ശിവഗിരി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.